എന്നെ സംബന്ധിച്ചും ഇതിപ്പം ഇങ്ങനെ വെറുതെ ഒരു മുഹമ്മദ് എന്നുള്ളൊരു പേര് ചേർത്തതിൽ ഉണ്ടായ ഒരു വിവാദം, അതിൽ ഞാൻ അങ്ങനെ ഒരു മതത്തെ ദ്വേഷിക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ കടുത്ത വിശ്വാസിയൊന്നും ആയിരുന്നില്ല. ഞാനിങ്ങനെ ഒരു ദൈവവിശ്വാസിയാണെങ്കിലും ഞാനിങ്ങനെ അത്ര ഒരു മതവിശ്വാസിയൊന്നും ആയിരുന്നില്ല. നമ്മളിങ്ങനെ സാഹിത്യമൊക്കെ പഠിച്ച് കൂടുതൽ വായന ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവമക്കളാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിച്ചതുകൊണ്ട്, അങ്ങനെ മാമോദിസ മുക്കപ്പെട്ടതുകൊണ്ട് അങ്ങനെ തുടരുന്നു തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റു മതക്കാർക്കെതിരായിട്ടോ ഒന്നും പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരെയും തുല്യരായിട്ട് എന്നെ പോലെ തന്നെ. അത് മതം മാത്രമല്ല, ജാതീയമായിട്ടും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിലൊക്കെ അല്പം ജാതി ചിന്തയൊക്കെ ഉണ്ടായിരുന്നതാണ്. ദളിത് പിന്നെ ക്രിസ്ത്യൻസൊക്കെയാണ് ഞങ്ങളുടെ അവിടെ ഉള്ളത്. അവരെയൊക്കെ മറ്റുള്ളവരോ മുതിർന്നവരൊക്കെ അല്പം അല്ലെങ്കിൽ പലരും ആയിട്ട് നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ അവരോടൊപ്പം കൂട്ടുകൂടി വളർന്നതാണ്. അപ്പോൾ എന്നെ പോലെ തന്നെ എല്ലാ മനുഷ്യരെയും കണ്ട് അങ്ങനെ ഒരു സമത്വം, അതായത് കേരള കോൺഗ്രസിന്റെയും ഒക്കെ ഉള്ളൊരു നാട്ടിൽ നിന്ന് ഒരു ഇടതുപക്ഷ സ്വഭാവിയായിട്ടാണ് ഞാൻ ചെറുപ്പം സ്കൂൾ ജീവിതം പോലെ മുതൽ വളർന്നു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമഭാവനയിലൊക്കെ ജീവിച്ച് വന്ന എനിക്കാണ് ഇങ്ങനത്തെ ഒരു മതനിന്ദകൻ എന്നൊക്കെ ഉള്ള ലേബൽ വരികയും ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നത്.